കേരളം ഇന്ത്യയുടെ ശാന്തതയും സാംസ്കാരിക വൈവിധ്യവും നിറഞ്ഞ ഒരു സംസ്ഥാനമായി അറിയപ്പെടുന്നു. പൗരസേവന മേഖലയിൽ ഏറെ പുരോഗതിയും സാങ്കേതികതയും കൈവരിച്ചിട്ടുള്ള ഈ സംസ്ഥാനത്തിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നുവരുന്ന ഒരു ആധുനിക ഭരണപരിഷ്കരണ ആവശ്യം തന്നെയാണ് പുതിയ ജില്ലകൾ രൂപപ്പെടണം എന്നുള്ളത്. ഈ ആവശ്യം ഏതാനും പ്രാദേശിക സംഘടനയുടെയോ രാഷ്ട്രീയ കൂട്ടായ്മയുടെയോ ഒതുങ്ങിയ ആവശ്യമല്ല. ഇന്ന് അത് ഒരു പൊതു ചർച്ചയായി, ഒരു പൊതു ജനവികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനയുടെ ഫലമായി രൂപം കിട്ടിയ കേരളം ആരംഭത്തിൽ 5 ജില്ലകളോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്. പിന്നീട് കാലക്രമേണ ജില്ലകളുടെ എണ്ണം കൂടിയപ്പോൾ 1984 പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. അതോടെ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14ആയി. ഇതുവരെ അത് തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ആധുനിക ജനസംഖ്യ വളർച്ചയും വികസനത്തിൻ്റെ തീവ്രതയും കണക്കിലെടുക്കുമ്പോൾ പല ജില്ലകളും വലുതായി മാറിയിരിക്കുകയാണ്. നിലവിൽ 14 ജില്ലകളുള്ള കേരളത്തിൽ ഭരണപരമായ കാര്യക്ഷമതയും വികസനത്തിൻ്റെ തുല്യതയും ഉറപ്പാക്കുന്നതിന് കൂടുതൽ ജില്ലകൾ ആവശ്യമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് വാദം ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ ജില്ലകൾ വേണമെന്ന് ആവശ്യം ശക്തമാകുന്നത്. പുതിയ ജില്ല രൂപീകരണ ആവശ്യം ദീർഘകാലമായ ചർച്ചയിലുള്ള ഒരു വിഷയമാണ്. ഇതിൽ പ്രധാനമായും 3 പുതിയ ജില്ലകളുടെ രൂപീകരണത്തിനാണ് ശക്തമായ ആവശ്യം ഉയരുന്നത്. കേരളത്തിൽ പുതിയ ജില്ലകളെക്കുറിച്ചുള്ള ആലോചനകളിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നുവരുന്ന ഒന്നാണ് നെയ്യാറ്റിൻകരയെ ആസ്ഥാനമാക്കി രൂപീകരിക്കുന്ന പുതിയ ജില്ല. നിലവിലുള്ള തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗം, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നാണ് ഈ ആവശ്യം ശക്തമായി ഉയരുന്നത്. തിരുവനന്തപുരം ജില്ല കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയും വിസ്തൃതിയുമുള്ള ജില്ലകളിൽ ഒന്നാണ്. ഇത് ഭരണനിർവഹണം വളരെ സങ്കീർണവും ദൂരവുമാകുന്നതായി വിമർശകരും സമിതി അംഗങ്ങളും പറയുന്നുണ്ട്. അതിനാൽ പ്രത്യേകിച്ച് വികസനത്തിൽ പിന്നിലിരിക്കുന്ന നെയ്യാറ്റിൻകര മേഖലയെ കണക്കിലെടുത്ത് പുതിയ ജില്ല വേണമെന്നുള്ള നിലപാടാണ് ശക്തമായി ഉയരുന്നത്. നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതിയാണ് ഈ ആവശ്യം പ്രതിപാദിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. സമിതിയുടെ പ്രധാന വാദമനുസരിച്ച് ഈ മേഖലയിലെ ജനങ്ങൾക്കെല്ലാം വയനാടിനേക്കാൾ താഴ്ന്ന പ്രതിശീർഷ വരുമാനം മാത്രമാണ് ഉള്ളത്. അതായത് സാമ്പത്തിക സാമൂഹികമായി വൻ പിന്നാക്കം ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട്. പുതിയ ജില്ല ഉണ്ടാകുന്നത് ഈ പശ്ചാത്തലത്തിൽ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വളരെയധികം സഹായകരമാകും എന്നതാണ് അവർക്കുള്ള വിശ്വാസം. ഈ ആവശ്യം മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ രൂപീകരണ സമിതി MLA കെ ആൻസലൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ 1,50,000 ആളുകളുടെ ഒപ്പുള്ള ഭീമ ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഡിസ്ട്രിക്ട് ബിഫർക്കേഷൻ വഴി പ്രാദേശിക വികസനം വേഗത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഉദാഹരണങ്ങൾക്കുള്ള പിന്തുണയോടെ സമിതി അവകാശപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെയ്യാറ്റിൻകര മേഖലയിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നവരിൽ മോൻസിഞ്ഞൂർ ഫാദർ ജി ക്രിസ്തുദാസ്, അരുവിപ്പുറം മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമി തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ഉൾപ്പെടുന്നു. ഇവരൊക്കെ ചേർന്ന് ഈ പ്രദേശത്തിന്റെ ഭൗഗോളിക പ്രത്യേകതയും ജീവിത ശൈലിയിലെ വൈഷമ്യവും ഭരണ സൗകര്യങ്ങളുടെ അഭാവവും മുൻനിർത്തിയാണ് പുതിയ ജില്ലയുടെ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. അതേസമയം ഈ പ്രചരണത്തിന് എതിർവാദവും ശക്തമാണ്. അതായത് പുതിയ ജില്ല രൂപീകരിക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സംസ്ഥാനം വലിയ കടബാധ്യതയിലേക്ക് പോകുമെന്നുമൊക്കെയാണ് ചിലർ വാദിക്കുന്നത്. ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ് ഉപയോഗിച്ച് നിലവിലുള്ള ജില്ലയെ കാര്യക്ഷമമായി ഭരിക്കാമെന്നും ഒരു വിഭാഗം വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് അവകാശം നേടിയാൽ തന്നെ അതിൻ്റെ പ്രായോഗികതയും സാമ്പത്തിക സ്വാധീനവും കണക്കിലെടുക്കേണ്ടതുണ്ട്. എങ്കിലും പുതിയ ജില്ല രൂപീകരിക്കപ്പെടുന്നതിൻ്റെ പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള പോസിറ്റീവ് സ്വാധീനങ്ങൾ പരാമർശിക്കാതെ വയ്ക്കാനാകില്ല. നെയ്യാറ്റിൻകര ഡാം, അഗസ്ത്യാകൂടം, പൂവാർക്കായൽ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി വികസിപ്പിക്കാനാകും. പ്രാദേശിക വ്യവസായങ്ങൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനാകും. അതേസമയം ജില്ലാ ആസ്ഥാനമായ നെയ്യാറ്റിൻകരയെ ഉയർത്തുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇല്ലെന്ന് നിരീക്ഷണത്തിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ആധികാരികതയും ഭരണപരമായ കേന്ദ്രഭൂതാവസ്ഥയും നിലനിൽക്കുമ്പോൾ നെയ്യാറ്റിൻകര ജില്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണപരമായ പ്രാധാന്യം നിലനിർത്തുന്നതിന് ഒരു വെല്ലുവിളിയാകുമോ? രണ്ടാമതായി, കേരളത്തിൻ്റെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയായ മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല വേണമെന്ന് കാലകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആവശ്യമാണ്. 1969 ജൂൺ 18 രൂപീകൃതമായ ഈ ജില്ലയിൽ ഏറനാട്, തിരൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, തിരൂരങ്ങാടി, കൊണ്ടോട്ടി എന്നീ 7 താലൂക്കുകളും
12 നഗരസഭകളും ഉൾപ്പെടുന്നു. 2011 സെൻസസ് പ്രകാരം 41 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ദേശീയ ശരാശരിയുടെ ഏകദേശം 3 ഇരട്ടിയോളം ജനസംഖ്യയുള്ള ജില്ലയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം തിരൂർ, പൊന്നാനി, താനൂർ തുടങ്ങിയ താലൂക്കുകൾ പുതിയ ജില്ലയിൽ ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു ജില്ലാ ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മറ്റൊന്നാണ് മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല വേണമെന്ന ആവശ്യം. തൊടുപുഴയും മൂവാറ്റുപുഴയും ചേർന്ന് പുതിയൊരു ജില്ല രൂപപ്പെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഇടുക്കിയിലെ തൊടുപുഴയും എറണാകുളത്തിന്റെ മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന ഈ മേഖലയ്ക്ക് തുടർച്ചയായി വികസന പാതയിൽ പിന്നിലായ അനുഭവങ്ങളുണ്ട്. ജനങ്ങളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നു. പർവ്വതാഭിമുഖമായ ഈ പ്രദേശങ്ങൾ ഭൂപ്രകൃതിയിലും അനുബന്ധ ഭരണപരമായ സൗകര്യങ്ങളിലുമുള്ള കുറവ് കാരണം പതിവായി അവഗണന നേരിടുന്നതായി അവർ വാദിക്കുന്നു. മൂവാറ്റുപുഴ തൊടുപുഴ അതിർത്തിയിലെ തിരുവാങ്കുളം, കൊച്ചാറപ്പടി, ഏററ്റയാർ, വൈക്കം, കോട്ടപ്പടി തുടങ്ങിയ താലൂക്കുകൾ പുതിയ ജില്ലയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയും ഉയർന്നു. ഈ പ്രദേശങ്ങൾക്ക് ഭൗഗോളപരമായ ഒത്തിണക്കം മാത്രമല്ല, ഭരണം കൂടുതൽ പ്രാപിപ്യവും കാര്യക്ഷമമാക്കുന്നതിനുമുള്ള സാഹചര്യമുണ്ടായതുകൊണ്ടാണ് പുതിയ ജില്ലയുടെ രൂപീകരണ നിർദ്ദേശം കൂടുതൽ പ്രശസ്തമാകുന്നത്. ഇടുക്കിയുടെ വിശാലമായ ഭൂപ്രകൃതിയും പർവ്വത പ്രദേശങ്ങളിലെ പ്രകൃതി വ്യത്യാസങ്ങളും ഭരണ സൗകര്യങ്ങളും പൊതുവെ പിന്നാക്കത്തിൽ ആകുന്നു. കാഞ്ഞിരപ്പള്ളി, കഞ്ഞിക്കുഴി, തെന്മല തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ലഭ്യതയ്ക്കും വലിയ കാലതാമസങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് വലിയൊരു വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പുതിയ ജില്ലകളുടെ പ്രയോജനങ്ങളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അധികാരത്തെ സമീപിപ്പിക്കുകയും ഭരണത്തിന്റെ കാര്യക്ഷമത ഉയർത്തുകയും ചെയ്യുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം ലഭിക്കാൻ ഇത് സഹായകരമാകുന്നു. സഞ്ചാര സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ സാധ്യതകൾ, ഭൂമിയുടെ പുനർവിനിയോഗം എന്നിങ്ങനെയുള്ളതിൽ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം പുതിയ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടത് വലിയ ചെലവുകൾക്കും വിഭവങ്ങളുടെയും ആവശ്യം ഉയർത്തുന്നു. സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, കോടതികൾ, ആശുപത്രികൾ തുടങ്ങിയ എല്ലാ വകുപ്പുകളും പുതുതായി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതൊരു നിർവഹണ ചെലവിന്റെ വർധനയാകുന്നു. ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ കൂടുതൽ ജില്ലകൾ വേണോ? ഇന്ന് ഭരണം ഡിജിറ്റലായി മാറിയ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ച് സ്മാർട്ട് ഗവേണൻസ് ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് ചിലർ വിമർശകർ പറയുന്നത്. മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ഇ ഗവേണൻസ് പോർട്ടലുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിലൂടെ ജനങ്ങൾക്ക് ഭരണകൂടത്തിനും തമ്മിലുള്ള ഇടപെടൽ സുഗമമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ജില്ലകളുടെ എണ്ണം കൂട്ടാതെ തന്നെ കാര്യക്ഷമത കൈവരിക്കാൻ കഴിയുമെന്നാണ് ഒരു കൂട്ടരുടെ വാദം. ഒരു പ്രദേശം ജില്ലയായി അംഗീകരിക്കപ്പെടുന്നത് രാഷ്ട്രീയവും സാമൂഹികപരവുമായ പ്രതിഷ്ഠയോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അധികം പേരും ഇതൊരു പൗരാഭിമാനമായി കാണുന്നുണ്ട്. പല മേഖലകളും പിന്നോക്കവും അവഗണിതവുമായ സ്ഥിതിയിലാണെന്ന് കരുതി ജില്ലാ പദവിക്കായി മുന്നോട്ട് വരുന്നുവെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ഇത് ജനകീയ സമ്മർദ്ദത്തിന്റെയും രാഷ്ട്രീയ സജീവതയുടെയും ഭാഗമായി കാണുന്നു. ഒരു പുതിയ ജില്ല രൂപപ്പെടുന്നതിന് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കേണ്ടതുണ്ട്. ഇത് നിയമസഭയിലൂടെയും ധനകാര്യ വകുപ്പിന്റെയും അംഗീകാരം നേടിയതിനു ശേഷമാണ് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഇതിന് ആവശ്യമില്ലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ചട്ടക്കൂടുകൾ പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ധനശേഷിയും വികസന തന്ത്രവും അനുസരിച്ചായിരിക്കും പുതിയ ജില്ലയുടെ രൂപീകരണ തീരുമാനം. കേരളം പോലെ വ്യത്യസ്ത സാംസ്കാരിക ഭൂപ്രകൃതിയുള്ള സംസ്ഥാനത്ത് ജില്ലകൾ തിരിച്ചറിയുന്നത് ഭാവിയിലേക്കുള്ള ഒരു വികസന ആസ്തിയായി കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ജില്ലയും അവരുടെ ഭൗമശാസ്ത്രപരവും സാമ്പത്തികപരവുമായ പ്രത്യേകതകൾ പ്രകാരം ഉദ്ദേശപൂർണമായി രൂപപ്പെടണം. പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ കൂടുതൽ അടുത്തു നിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുവരുവാൻ മാത്രമല്ല, സംസ്കാരപരവും സാമ്പത്തികപരവുമായ പ്രത്യേകതകൾ സംരക്ഷിക്കാനും ഇത് സഹായകരമാകണം. കേരളത്തിന്റെ ഭാവി സംരക്ഷണ സംവിധാനത്തിനും സന്തുലിതമായ വികസനത്തിനുമായി സംസ്ഥാനത്തെ തിരുവനന്തപുരത്തെ തെക്കൻ മേഖല, മലപ്പുറത്തെ തീരദേശവും മൈതാനവുമുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇടുക്കിയും എറണാകുളവും പങ്കിടുന്ന തൊടുപുഴ, മൂവാറ്റുപുഴ മേഖല എന്നീ 3 പ്രധാന സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ 3 ജില്ലകൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഓരോന്നിലും ഭൂഗോളപരവും ജനസംഖ്യ അടിസ്ഥാനവുമായ നിർണായക ഘടകങ്ങളുണ്ട്. നിലവിലെ ജില്ലകളിൽ ഭരണപരമായ ഭാരം കുറച്ച്, അതായത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യവും കാര്യക്ഷമവുമായ ഭരണസേവനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾ ഉയരുന്നത്. കേരളത്തിന്റെ ഭരണഭാവിയിൽ സന്തുലിതത്വവും ശാക്തീകരണവുമാണ് ഈ പുതിയ ജില്ലാ രൂപീകരണ അഭിപ്രായങ്ങൾക്ക് പിന്നിലുള്ള അടിസ്ഥാന തത്വം. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക്